ഹായ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ജോയ്സി. അപ്പം ഇന്ന് ഞാൻ വന്നിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് പെട്ടെന്ന് പിള്ളേർക്ക് ഒരു ചിലവുമില്ലാതെ ഒരു ഐസ്ക്രീം ഉണ്ടാക്കി കൊടുത്താലോ. ആകെ ഒരു ചിലവെന്ന് പറഞ്ഞാൽ നമുക്ക് 5 രൂപയുടെ ഒരു ചിലവേ വരുന്നുള്ളൂ. അപ്പം എങ്ങനെയാണ് നമുക്ക് ഈ നിസ്സാര ചിലവിന് നമുക്ക് നല്ല സൂപ്പർ ടേസ്റ്റ് ഒരു ഐസ്ക്രീം ഉണ്ടാക്കുന്നതെന്ന് കണ്ടാൽ, യാതൊരു കെമിക്കലും ഇല്ലാതെ നല്ല ഹെൽത്തി ആയിട്ടൊരു ഐസ്ക്രീം ഉണ്ടാക്കുന്നതെന്ന് കാണാവേ. പിന്നെ നമുക്കൊരു ഐസ്ക്രീം ഉണ്ടാക്കിയാലോ. നമ്മുടെ പിള്ളേർക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്നൊരു സംഭവമല്ലേ നമ്മുടെ ഐസ്ക്രീം. അപ്പോൾ നമുക്ക് ക്രീമോ ഓയിലോ മുട്ടയോ അങ്ങനെ ഉള്ള ഒരു സംഭവം ഇല്ല, നമുക്കൊരു സൂപ്പർ ടേസ്റ്റ് ഒരു ഐസ്ക്രീം ഉണ്ടാക്കിയാലോ. വളരെ ചിലവ് കുറഞ്ഞ് നിസ്സാരം, ആകെ പോകുകയും ചിലവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 5 രൂപ ഒരു ബൂസ്റ്റിൻ്റെ ചിലവ് മാത്രമേ ഉള്ളൂ നമുക്ക്. ബാക്കിയുള്ള സാധനങ്ങളൊക്കെ നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ മാത്രമാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് നല്ല അടിപൊളിയായിട്ട് നല്ല സൂപ്പർ ടേസ്റ്റിൽ പിള്ളേർക്കൊക്കെ ഈ കടയിൽ നിന്ന് നമ്മൾ ഐസ്ക്രീം മേടിച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഓയിലും ഒക്കെ ചേർത്തുള്ള കെമിക്കൽ ഇട്ടുള്ള ഐസ്ക്രീം അല്ലേ കൊടുക്കുന്നത്. അപ്പോൾ ഇതൊരു കെമിക്കലും ഇല്ല, നമ്മുടെ പിള്ളേർക്ക് ഒരു ഇച്ചിരി ഐസ്ക്രീം കഴിക്കണമെന്ന് തോന്നുമ്പോൾ നമുക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു സൂപ്പർ ഐസ്ക്രീമാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്ത് വെച്ചിരിക്കുന്ന 1/2 ലിറ്റർ പാലാണ്. ഞാൻ നമ്മുടെ ഈ പാൻ എടുത്ത് വെച്ചിട്ടുള്ള പാനിനകത്തേക്ക് ഞാൻ 1/2 ലിറ്റർ പാല് ഒഴിച്ച് കൊടുക്കുവാണ്. ഇത് നമ്മൾ കവർ പാലാണ്, അതിനകത്തേക്ക് പൊട്ടിച്ച ഇട്ട പടിയാണ്. ഇതുകൊണ്ടോ 1/2 ലിറ്റർ പാലുണ്ട്. നമുക്കിവർക്ക് 2 പേർക്കുള്ള ഒരു അളവ് വെച്ചാണ് നമ്മൾ ഉണ്ടാക്കിയേക്കുന്നത് 1/2 ലിറ്റർ പാലിന്. അപ്പം നമുക്ക് 1/2 ലിറ്റർ പാലുണ്ടെങ്കിൽ അത്യാവശ്യം ഒരു 4-5 ആൾക്കാരുള്ള ഒരു വീട്ടിലേക്കുള്ള അത്യാവശ്യ ക്വാണ്ടിറ്റിക്കുള്ള ഐസ്ക്രീമുണ്ട്. അപ്പം നമുക്ക് ഈ 1/2 ലിറ്റർ പാല് ഒന്ന് ചൂടാക്കിയെടുക്കാം. അപ്പോൾ നമുക്ക് ഈ 1/2 ലിറ്റർ പാലിനകത്തുനിന്ന് ഞാൻ ഇത്രയും പാല് ഒരു 3-4 സ്പൂൺ പാലെടുത്ത് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്തേക്ക് നമുക്കൊരു 3 സ്പൂൺ കോൺഫ്ലവർ ഒന്ന് കലക്കണം. അപ്പം ഞാനിതേ ഒരു 3 സ്പൂണ്, നമുക്ക് ആകെയുള്ളൊരു സാധനം ചിലവുള്ള സാധനം ഈ കോൺഫ്ലവർ ആട്ടോ. അപ്പോൾ ഈ കോൺഫ്ലവർ നമുക്ക് ഇതിനകത്തേക്കൊന്ന് ഇട്ട് കട്ടയില്ലാതെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കണം. നല്ലപോലെ ഒന്ന് ഇളക്കിയെടുക്കണം. എന്നിട്ട് വേണം നമുക്ക് അതിനകത്തേക്ക് ചേർക്കാം. അപ്പോൾ നമ്മുടെ പാല് ഒന്ന് അതിൻ്റെ കട്ടയൊക്കെ നമ്മൾ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തുകൊണ്ട് വന്ന പടിയാണ്. അപ്പോൾ അതിൻ്റെ കട്ടയൊക്കെ ഒന്ന് പോയി ഒന്ന് ചൂടായി വരട്ടെ. ചൂടാകുമ്പോൾ വേണം നമുക്കിത് ഒഴിച്ച് കൊടുക്കാനായിട്ട്. പാലെങ്ങനെയൊന്ന് ചെറുതായിട്ട് ചൂടായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഈ കോൺഫ്ലവർ പാലിനകത്ത് കലക്കി നമുക്ക് ഇതിനകത്തേക്കൊന്ന് ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ഒഴിച്ച് കൊടുക്കുന്നതനുസരിച്ച് നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കണം, അല്ലെങ്കിൽ അത് കട്ടയായിട്ട് പോകും. അപ്പോൾ നമുക്ക് കോൺഫ്ലവർ ഒന്ന് ഇളക്കി നമ്മുടെ ഈ പാലൊന്ന് ഒത്തിരി അങ്ങ് കുറുക്കണ്ട, എന്നാൽ ജസ്റ്റ് ഒന്ന് നമുക്കൊന്ന് കുറുക്കിയെടുക്കാം കേട്ടോ. നമ്മുടെ കോൺഫ്ലവർ ഒഴിച്ചപ്പോൾ തന്നെ നമ്മുടെ പാലിൻ്റെ തിക്നെസ് ഒന്ന് മാറി നല്ല കട്ടിയായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ ഇത് നമുക്കൊന്ന് കോൺഫ്ലവർ ഇട്ടതല്ലേ, അപ്പോൾ നമുക്കൊന്ന് തിളപ്പിച്ചിട്ട് ഒന്ന് ഇളക്കിയെടുക്കാം. നമ്മൾ മൊത്തം ഇപ്പോൾ അതിനകത്തേക്ക് 1/2 ലിറ്റർ പാല് ചേർത്തിട്ടുണ്ട്. നമ്മൾ 1/2 ലിറ്റർ പാലിനകത്തുനിന്ന് 2-3 സ്പൂൺ പാൽ എടുത്ത് വെച്ചതാണ് നമ്മൾ ഈ കോൺഫ്ലവർ കലക്കി അതിനകത്തേക്ക് ഒഴിച്ചിരുന്നത്. ഇനിയിപ്പോൾ നമുക്കിതിനകത്തേക്ക് ഒരു 5 സ്പൂണ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. നമ്മുടെ ഈ പാലും നമ്മുടെ കോൺഫ്ലവറും കൂടെ ഒന്ന് കുറുകി വരുന്ന സമയത്ത് നമുക്ക് ഒരു 5 സ്പൂൺ പഞ്ചസാര നമുക്കൊന്ന് ചേർത്ത് കൊടുക്കാവേ. ഇത് ഞാൻ 5 സ്പൂൺ പഞ്ചസാര എടുത്തിട്ടുണ്ട്. പിന്നെ മധുരത്തിൻ്റെ അളവ് നമുക്ക് വേണമെങ്കിൽ നമുക്ക് ഒന്ന് നോക്കിയിട്ട് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഞാനൊരു 5 സ്പൂൺ പഞ്ചസാര അതിനകത്തേക്ക് ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ സാധാരണ നമ്മുടെ ഈ സ്പൂണാണ് ഞാൻ എടുക്കുന്നത് എല്ലാത്തിനും. അപ്പോൾ ഇതിനകത്ത് 5 സ്പൂൺ പഞ്ചസാരയാണ് ഞാൻ ചേർത്തെടുത്തത്. ഇതെങ്ങനെ നമ്മുടെ പാലും നമ്മുടെ കോൺഫ്ലവറും പഞ്ചസാരയും കൂടെ നന്നായിട്ടൊന്ന് തിളച്ച് നമ്മുടെ ആ കോൺഫ്ലവറൊക്കെ നന്നായിട്ടൊന്ന് അതിനകത്ത് വെന്ത് ചേർന്നിട്ടുണ്ട് കേട്ടോ. ഈ കോൺഫ്ലവർ വെള്ളത്തിലിട്ട് അന്നേരം തന്നെ നമ്മൾ കുറുക്കിയെടുത്ത് കഴിയുമ്പോൾ അതിനകത്ത് വെന്തില്ലെങ്കിൽ നമുക്ക് വയറ്റിലെന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അത് കാരണമാണ്, ഇത് സ്റ്റാർച്ച് ആയിട്ട് വരുന്നതല്ലേ. ഇത് അങ്ങനെ നമ്മുടെ കോൺഫ്ലവറും പാലും പഞ്ചസാരയും എല്ലാം കൂടെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്, പറ്റിയിട്ടുണ്ട്, കുറുകി ഇതുണ്ടോ ഇതുണ്ട് ഈ പരുവത്തിന് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫാക്കി വാങ്ങി വെക്കാം. അപ്പോൾ അതേ അങ്ങനെ നമ്മുടെ ഐസ്ക്രീമിനുള്ള ആദ്യത്തെ ഒരു സ്റ്റെപ്പ് തയ്യാറായി. ഇനി നമുക്ക് അതിനകത്തേക്ക് ഒരു പിഞ്ച് ഉപ്പ്, ഒരു നുള്ള് ഉപ്പൊന്ന് ചേർത്ത് കൊടുക്കാവേ, ആ മധുരത്തിനൊക്കെ ഒന്ന് ബാലൻസ് ചെയ്ത് നിർത്താൻ വേണ്ടിയിട്ട്. ഇനി നമ്മൾ അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത് നമ്മുടെ ഐസ്ക്രീമിൻ്റെ ഒരു ഫ്ലേവറിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ 1 സ്പൂണ് വാനില എസൻസ് ആണ്.
ഇപ്പോൾ വാനില എസൻസ് ചേർക്കേണ്ടാത്തവർക്കാണെങ്കിൽ, ഫ്ലേവർ ഇഷ്ടമില്ലാത്തവർക്കൊക്കെ ആണെങ്കിൽ നമ്മൾ സെയിമായിട്ട് ഏലക്കാപ്പൊടി വേണമെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്തിട്ട് നമുക്കിതൊരു പാത്രത്തിനകത്തേക്കൊന്ന് ഒഴിച്ച് ഒരു 2 മണിക്കൂർ ഒന്ന് ഫ്രിഡ്ജിനകത്തൊന്ന് തണുക്കാൻ വെക്കാവേ. നമ്മുടെ ഐസ്ക്രീം എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിതൊന്ന് മിക്സിക്കകത്തിട്ടൊന്ന് അടിച്ചെടുക്കണം. ഇത് കണ്ടോ, ഇത് ഇങ്ങനെ ഒരു പരുവത്തിൽ വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിത് മിക്സിയുടെ ജാറിനകത്തേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കാവേ. ഇനി നമുക്ക് നമ്മുടെ കയ്യിലുള്ള സൈസ് പഴം, ഏത് പഴമാണോ ആ പഴവും കൂടെ നമുക്ക് അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പം ഞാൻ ചേർത്ത് കൊടുക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ കയ്യിൽ ഇവിടെ ഇരിക്കുന്ന പഴമെന്ന് പറഞ്ഞാൽ ഇതുകൊണ്ട്, ഇത് കൂട്ട് പഴമാണ്, പൂവമ്പഴമാണ്. ഇതിൻ്റെ ഒരെണ്ണം ഞാൻ അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുവാണേ. ഒരു പഴം നമുക്കിതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് അടിച്ചെടുത്ത് കൊടുക്കാവേ. അപ്പോൾ പഴം ചേർക്കണമെന്നില്ല, പഴം ഉണ്ടെങ്കിൽ ചേർത്താൽ മതി, ഇല്ലെങ്കിൽ ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ. ഈ പരുവത്തിനായിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിത് വീണ്ടും നമ്മുടെ ഐസ്ക്രീമിൻ്റെ നമ്മുടെ ഏത് പാത്രത്തിനകത്താണ് വെക്കുന്നത് അതിനകത്തേക്ക് നമുക്ക് ഒഴിച്ച് വെച്ച് ഒരു 2 മണിക്കൂർ ഒന്നുകൂടെ 2 മണിക്കൂർ നമുക്കൊന്ന് ഫ്രീസറിൽ വെച്ച് ഒന്ന് തണുപ്പിച്ചെടുത്തുകൊണ്ട് വരാം. വീണ്ടും ഒരു 2 മണിക്കൂറും കൂടെ നമ്മൾ കഴിഞ്ഞു. അപ്പോൾ നമ്മുടെ ഇത് കണ്ടോ, നമ്മുടെ ഐസ്ക്രീം നല്ലപോലെ ഒന്ന് സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിത് എല്ലാം കൂടി ഒന്നുകൂടി ഇങ്ങനെ എടുത്ത് മിക്സിക്കകത്തിട്ട് ഒന്ന് അടിച്ചെടുക്കാവേ. ഇതേ നമ്മൾ മിക്സിയുടെ ജാറിനകത്തേക്ക് ഇട്ട് കൊടുത്ത് നമുക്കിതൊന്നുകൂടി ഒന്ന് അടിച്ചെടുക്കാവേ. അപ്പോൾ ഇതെങ്ങനെ നമ്മൾ നന്നായിട്ട് ഇത് കണ്ടോ, നന്നായിട്ടൊന്ന് അടിച്ച് നല്ല ക്രീമി പരുവത്തിൽ ഇതുണ്ടോ അടിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആകെയുള്ള ചിലവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു 5 രൂപയുടെ ഒരു ബൂസ്റ്റിൻ്റെ ചിലവ് മാത്രമേ ഉള്ളൂ. ഇനി നമുക്കതിനകത്തേക്ക് ഒരു 3 സ്പൂണ് നമുക്ക് ബൂസ്റ്റ് ഇട്ട് കൊടുക്കാവേ. നമുക്കൊരു കവറ് പൊട്ടിച്ചെടുത്താൽ മതി. ഞാൻ നമ്മുടെ കയ്യിൽ കുപ്പി ഉള്ളതുകൊണ്ട് ഞാൻ ആ കുപ്പിക്കകത്തുനിന്ന് അങ്ങോട്ട് ഇടുവാണ്. നമ്മളതിനകത്തേക്ക് ബൂസ്റ്റ് ഇട്ട് കൊടുത്തു. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി ഇനി ഇത് മിക്സിക്കകത്തിട്ട് അടിക്കുകയൊന്നും വേണ്ട. നന്നായിട്ട് ഇത് ഇതിനകത്തൂടെ ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്തിട്ട് വേണം അപ്പം ഇതിനകത്തിട്ട് ഇളക്കിയിട്ട് വേണം നമുക്കിത് എടുത്ത് വെക്കാൻ. എന്നിട്ട് വേണം നമുക്കിതൊരു ദിവസം രാത്രി ഇത് ഫ്രിഡ്ജിനകത്ത് വെക്കണം. നോക്കിയപ്പം നല്ല അടിപൊളി ഐസ്ക്രീമാണ്, നല്ല ഹെൽത്തിയാണ്, എന്നാൽ നമുക്ക് ചിലവുകൾ കുറവുമാണ്. അതിന് വേണ്ടി നമുക്ക് നമ്മുടെ ട്രെയിലേക്ക് ഒഴിച്ചു വെക്കാവേ. ഒരു 1 ലിറ്റർ പാലും പിന്നെ പോയിട്ട് നമ്മുടെ വീട്ടിൽ ഒരു ചെറിയ എന്തെങ്കിലും പഴം ഉണ്ടെങ്കിൽ, അതിപ്പം ഇന്ന പഴം വേണമെന്നൊന്നുമില്ല, ഏത് പഴമാണെങ്കിലും കുഴപ്പമില്ല കേട്ടോ. നമുക്കുള്ള ഒരു പഴവും ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അടിപൊളിയായിട്ട് പിള്ളേർക്ക് ഇഷ്ടപ്പെടുന്ന രീതിക്കുള്ള ഒരു അടിപൊളി ഒരു ഐസ്ക്രീം ഉണ്ടാക്കി കൊടുക്കാം. ഇതുണ്ടോ, നമ്മൾ ആ ബൂസ്റ്റൊക്കെ ഇട്ടത് അതിനകത്ത് കിടപ്പുണ്ട്. അപ്പം ഞാനിതൊന്ന് നല്ലപോലെ നമ്മളൊരു പഴം ചേർത്തിട്ടുള്ള ആ പഴത്തിൻ്റെ മണമൊന്നും വരുന്നില്ല കേട്ടോ ഇതിനകത്ത്. ഇനിയിപ്പോൾ നല്ലപോലെ ആ ബൂസ്റ്റൊക്കെ എല്ലായിടത്തും പോരുന്ന രീതിക്ക് ഞാൻ ഈ ഒരു 3 സ്പൂണ് ബൂസ്റ്റാണ് അതിനകത്തേക്ക് ഇട്ടേക്കുന്നത്. നമുക്കില്ലെങ്കിൽ ഒരു ചെറിയ 5 രൂപയുടെ ഒരു പാക്കറ്റ് മേടിച്ച് വെച്ച് നമുക്ക് അതിനകത്തേക്ക് ചേർക്കാം. ഞാൻ നമ്മുടെ ഇവിടെ കുപ്പിക്കകത്തുള്ളത് കൊണ്ട് ഞാൻ അതിനകത്ത് അങ്ങ് ഇട്ടതേ ഉള്ളൂ. നമുക്ക് ആകെ ചിലവായ സാധനമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഐസ്ക്രീം ഉണ്ടാക്കാനായിട്ട് നമുക്ക് ചിലവായ സാധനം എന്ന് പറഞ്ഞാൽ 5 രൂപയുടെ ഒരു ബൂസ്റ്റ് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്കിത് വീണ്ടും അടച്ച് സെറ്റാകാൻ വേണ്ടി വെക്കാം. എന്നിട്ട് നമുക്ക് ഇന്നൊരു രാത്രി ഇരുന്ന് നാളെ പകൽ നമുക്ക് എടുക്കാം. അങ്ങനെ ഒരു രാത്രി നമ്മുടെ ഫ്രീസറിലിരുന്ന ഐസ്ക്രീം നമുക്കൊന്ന് എടുത്ത് നോക്കാം, നമ്മുടെ ഐസ്ക്രീമിൻ്റെ അവസ്ഥ എന്താണെന്ന്. അപ്പോൾ നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. നോക്കിയാൽ നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിത് പിള്ളേർക്ക് ഒന്ന് കൊടുത്ത് നോക്കാം. അപ്പോൾ പിള്ളേർ പറയട്ടെ ടേസ്റ്റ്. ഐസ്ക്രീമിൻ്റെ ആൾക്കാർ പിള്ളേരാണല്ലോ. അപ്പോൾ നമുക്കിത് ഇതുപോലത്തെ സ്പൂണോ അല്ലെങ്കിൽ നമ്മുടെ ഐസ്ക്രീം എടുക്കുന്ന ഇതുണ്ടെങ്കിൽ കുഴപ്പമില്ല. ഞാനിപ്പം ഐസ്ക്രീമിൻ്റെ ആ
തവി എൻ്റെ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇതുപോലത്തെ ഒരു കുഴിയൻ തവി വെച്ച് ഇങ്ങനെ അങ്ങനെ എടുക്കുന്നത്. അപ്പോൾ നമുക്കൊന്ന് എടുത്ത് പാത്രത്തിലേക്കൊന്ന് സെർവ് ചെയ്യാവേ. അപ്പം നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ഐസ്ക്രീം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പിള്ളേർക്കൊന്ന് കൊടുക്കാം. ഇച്ചിരി ബൂസ്റ്റ് കൂടിയൊക്കെ ഒന്ന് തൂളിയിട്ട്. അപ്പോൾ എല്ലാവരും പിള്ളേർക്കൊന്ന് ഉണ്ടാക്കി കൊടുത്ത് നോക്കണം. ഒരു ചിലവുമില്ല, നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചല്ലേ. എന്നിട്ട് എല്ലാവരും ഒന്ന് ഫീഡ്ബാക്ക് പറയണം. അപ്പോൾ പിള്ളേരോട് തന്നെ നമുക്ക് ചോദിക്കാം എങ്ങനെയുണ്ടെന്ന് ടേസ്റ്റ്. അപ്പം നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. അതുവരെ ബൈ, താങ്ക് യു. എങ്ങനെയുണ്ട്? അടിപൊളിയാ? കടയിൽ നിന്ന് മേടിക്കുന്നതിനൊക്കെ നല്ലതാണോ?